अस्सलामु अलैकुम നമുക്ക് അറിയില്ലേ ഈ മഹാന്റെ ഇവിടെ എത്തിപ്പെട്ടത് മൂപ്പര് വെള്ളത്തിന് ഒഴുകി വന്നിട്ടാണ് ഈ നേരെ മൂപ്പര് കിടന്നിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ അന്ന് കുട്ടികളെന്ന് വെച്ചാൽ ഞങ്ങൾ വളർന്നിട്ടില്ല, ഞങ്ങൾ ചെറുപ്പം കുട്ടികളാണ്, ഞങ്ങളെ തന്താരാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അവർ ഈ പുഴയൊക്കെ ഞാൻ പണി പോകും, വണ്ടി ചെറിയ വണ്ടി മീൻ പിടിക്കാൻ പോകും. അവർ പോകുമ്പോഴാണ് ഈ നേരെ ഈ മയ്യത്തിനെ കണ്ടിട്ട് അവർ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ അത് താറക്കിട്ട് ഇങ്ങനെ കിടന്നു. എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ തങ്ങന്മാരെ വലിയ കോട്ടയും അവർ 2 സ്റ്റെച്ചിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. തങ്ങന്മാർ ഇബത്തുള്ള തങ്ങൾ, കോയക്കുട്ടി തങ്ങൾ, VKS തങ്ങൾ, പിന്നെ കോയമ്മ തങ്ങൾ, EMS തങ്ങളല്ല, ഇബത്തുള്ള തങ്ങൾ, കോയമ്മ തങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ പണ്ട് പഴയ കാലത്ത് ഇപ്പോഴൊന്നല്ല. നമുക്കല്ലാണ്ട് അറിവില്ലല്ലോ, നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് ആള്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാരണന്മാരോട് നിങ്ങൾ പോയിട്ട് ആ മയ്യത്തൊന്ന് മലർത്തി നോക്കുന്നതാണ്, നോക്കുമ്പോൾ നല്ല കിടക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ച് ഈ മയ്യത്ത് എങ്ങനെയാണ് കിടക്കണമെന്ന് വെച്ചപ്പോൾ മയ്യത്ത് തങ്ങ് കിടക്കുന്നത്. എന്നാൽ പിന്നെ പോയിട്ട് നിങ്ങൾ അതിനൊന്ന് മലർത്തി നോക്കുന്നതാണ്. മലർത്തിയിട്ട് എൻ്റെ ശരീരത്തിൽ വരണ്ടെങ്കിൽ അതിന് കഴിച്ചിട്ട് കൊണ്ടാകും. അപ്പോൾ കഴിച്ചപ്പോഴാണ് ഈ വരത്ത് കഴിഞ്ഞത്. ഏലസല്ല, ഒരു സാധാരണ കഴിക്കാൻ 4 കൊമ്പുള്ള അതിങ്ങനെ കെട്ടിയിട്ട് അത് കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവരത് കഴിച്ച് നോക്കിയപ്പോഴാണ് മൂപ്പരെ പേര് മുഹമ്മദ്. മൂപ്പര് ജീവിയിലുള്ള ആളാണ്. ലക്ഷദ്വീപ് ദ്വീപുകളുണ്ടല്ലോ, തങ്ങളാണ്. തങ്ങളൊന്നല്ല, മുമ്പിൽ ഏർവാടിക്ക് വന്നുള്ളതാണ്, ഏർവാടിക്ക് വരുന്നുള്ള ആളാണ് നിമാൻ. ഏർവാടിയിൽ അജ്മീറിലൊക്കെ പോണ ആളാണ്. എന്ത് സംഭവിച്ചെന്ന് ഇന്ന് വരെ ഒരാൾക്കും പറയാൻ പറ്റിയില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞില്ല ആ മയ്യത്തേക്ക് നേരെ കയറ്റിയിട്ട് കുറച്ചുകൂടി കയറ്റി കണ്ട് അവിടെ മാറില്ല. അങ്ങനെ ഒരു പുറമ്പോക്ക് ഭൂമിയായിരുന്നു, ഒരാൾക്കും ഭൂമികൾ പറ്റി കൊടുത്തിട്ടില്ല. ഒറ്റ വീടില്ല. പള്ളിയിൽ അവിടെ നിന്ന് തെക്കോട്ട് ആഴി വരെ വീടില്ല. ഒരു ഹിന്ദു വീട് ഈ തെക്കിലേക്ക് ഉണ്ടായിരുന്നു. അവരിങ്ങനെ പകർത്തുന്ന നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ വീട്ടുകാരൻ വീട്ടുകൊക്കെ വൈദ്യുതമായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ പരിസരത്ത് ഈ ഭാഗത്തൊന്നും വീടില്ലതൊക്കെ ഓരോരുത്തർ നമ്മൾ ഈ സ്ഥലങ്ങൾ മൊത്തം എടുത്താണ്. ഈ പള്ളി മഹാൻ്റെ ഖബർസ്ഥാൻ ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ ഇതൊക്കെ അളന്നു കൊടുത്തത്. ഓരോരുത്തർ 10-30 സെൻറ്റ് 40 സെൻറ്റൊക്കെ അളന്നു കൊടുത്തിരുന്നു. പക്ഷേ ഈ ഖബർസ്ഥാൻ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ അളന്നു കൊടുത്തതിൽ ഖബർസ്ഥാൻ പറ്റിയത് നമ്മളൊരാൾക്കാണ് അളന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മളത് വില കൊടുത്തു നമ്മളെ പഠിക്കുന്നത് മൊത്തം മേടിച്ചു. അതിൽ നിന്ന് കൊടുത്താണ് ഇവർക്കൊക്കെ 5 സെൻറ്റ് പുറത്ത്. അന്ന് കാശില്ല, ഇല്ലാത്തൊരു സമയമുണ്ട്, പട്ടിൻ്റെ കാലമാണ്. അപ്പോൾ അവർക്ക് 10 സെൻറ്റ് 5 സെൻറ്റൊക്കെ കൊടുത്ത് കിട്ടും. 3 കുട്ടികൾ കൊടുത്തു, ബാക്കി 14 സെൻറ്റ് പറഞ്ഞു. അതളവും, അത് തീർച്ചയായിട്ടും കടക്കുന്നില്ല, കടന്ന് ഇങ്ങോട്ട് കയറി. അപ്പോൾ ശൈത്താൻ നമ്മളോട്, ശൈത്താൻ കയറിയിട്ടുള്ള ആൾ നമ്മളോട് പറയില്ല, വിഷമങ്ങൾ പറയും മാത്രമേ ഉള്ളൂ. പക്ഷെ ശരീരത്തിലുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നിന്ന് ദ്വാരക്കുമ്പോഴത്തേന് ആളുകളുണ്ട് കെട്ടിമറിഞ്ഞാൽ വെണ്ണായാലും കൂടാ. അപ്പം പിന്നെ നമ്മൾ ഉപ്പാപ്പാക്ക് കേൾപ്പിച്ച് കൊടുക്കും, മനസ്സിലാവും. ഉപ്പാപ്പനെ പിടിക്കണേ. അങ്ങനെ ഉപ്പാപ്പാട്ട് പിടിക്കും. പിടിച്ചാൽ പിന്നെ ഈ ആൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയിക്കോട്ട് ഇങ്ങനെ പറയാം, ഞാൻ പോയിക്കോളാം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ ചോദിക്കും. അത് നമുക്ക് ചോദിക്കണോ, എന്തിനാ വന്നിട്ടുള്ളത്, എന്തിനാ ഈ ശരീരത്തിൽ കയറാൻ കാരണം, ഇതൊക്കെ ചോദിക്കാം. അപ്പം ഇടപാടുകൾ പറയുമ്പോഴുള്ളൂ. അപ്പോൾ ഇടപാട് ഇങ്ങനെ പറയുമ്പോഴേക്ക് അത്
ഇപ്പൊ ഒക്കെ പറഞ്ഞു ഇടപാട് തീർത്തു കൊടുക്കണം എന്ന് ആ പറഞ്ഞു. പറയും അപ്പൊ അതെന്തൊട്ട് ഇടപാട് തീർത്തു കൊടുക്കണം? വല്ല പണടപാടുണ്ടാവും. പണക്കാടെന്ന് പറയുന്നത് ഇവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതല്ല ഉസ്താദേ, ഇന്ത്യയിലേക്ക് നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കും വലിയൊരു സംഖ്യയൊക്കെ. എനിക്കത് തരുന്നില്ല. അവർക്ക് കിട്ടേണ്ട ചില മാർഗങ്ങൾ നടത്തി. മനസ്സിലായ? അങ്ങനെയൊക്കെ ഉണ്ടാ അങ്ങനെ ഉപദ്രവം. പിന്നെ അതും തന്നെയല്ല, പിന്നെ ചില വീടുകൾ വെച്ചോട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്കുണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും ഇവിടുന്ന് ചില ആൾക്കാർ കൊടുക്കാൻ അപ്പൊ അവര് പറയും ഞങ്ങൾ വീട് വെച്ചിട്ട് ഞങ്ങൾ വളരെ പരാജയത്തിലാണ്, വീട്ടിൽ കയറി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പടയെത്തിക്കൊണ്ട് ഏറ്റി കൊടുക്കും. അപ്പൊ അതിന് ശരിക്കും കഴിഞ്ഞു. എല്ലാവരും കാര്യം അങ്ങനെ തന്നെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹലാലായ മുറാദ് നമ്മൾ ഹാസലാക്കി കിട്ടണമെന്ന് അറിഞ്ഞിട്ട് ഈ ഹദത്തിൽ വെച്ച് നമ്മൾ ദ്വാരന്നാൽ അള്ളാഹു സലാം ചെയ്യും. അതാണ് നമ്മളെ മോണം പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒരാളും പറയില്ല. എന്നിട്ട് കാര്യമില്ല, നടക്കൂലല്ലോ. മറ്റുള്ള പള്ളികളെ പോലൊന്നുമല്ല. ഒരു കളിയില്ല. അപ്പൊ അത് പാപ്പാനോട് ഏൽപ്പിക്കുന്നു. ആയിക്കോട്ടെ, പാപ്പാടെ ഏൽപ്പിച്ചോ. അള്ളാഹു ഹൈറാക്കി തരും. ഹൈറിന്റെ ഭാഗത്ത് അവിടെ പോകണം. എല്ലാ കാര്യവും പാപ്പ നീക്കി തന്നിട്ട് നമ്മൾ നല്ല വഴി കൂടി പോണ ആളാണ്. ആ പാപ്പാന്റെ ഹക്കോട് കൂടി തെറ്റിക്കാൻ പാടില്ല. അതാണ് നമ്മളെ കടമ. അത് ഉപ്പാപ്പാടെ എത്തി നമ്മ ഏറ്റു കൊടുക്കുക, വേറെ ഒന്നുമില്ല. പാപ്പ ഉണ്ടാവുക കീഴ്ക്കോട്ടുകളല്ല, അറിയില്ലേ? കീഴ്ക്കോട്ട തങ്ങളൊക്കെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നിന്ന് ദ്വാരനിട്ട് ഞാനൊരു പണ്ടിടം കയറി ഞാനാണ് വരാൻ കയറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വിവരം പറയണം. അപ്പം നമ്മൾ അവർ അപ്പം തങ്ങളോട് ഞാൻ ചോദിക്കാനൊന്നുമില്ല, തങ്ങളെ സങ്കടപ്പെട്ടില്ല എന്നാണ് കാര്യം. അപ്പം എന്താണ് അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ആദ്യം മൂപ്പര് ആറാണ്. ആ മൂപ്പര് അവിടെ മജിലിസിൽ ആടില്ല, എല്ലാവരും വരുന്നു, മൂപ്പര് വരുന്നില്ല. എന്താ പ്രശ്നം ഉണ്ടല്ലോ, മനസ്സിലായവർക്ക് ആ കരയും നിന്നിട്ട് ദ്വാരൊക്കെ. അപ്പൊ അങ്ങനത്തെ ആളാണ്. ഹൈറാക്കി തരണം. അവർക്ക് മൂപ്പര് വരണം, അവർക്ക് ഹൈറാക്കി തരണം. അതാണ് അള്ളാഹു സലാം ചെയ്യുക. അള്ളാഹു നമ്മൾ നല്ല കാര്യമായിട്ടാണ് വരുന്നത്. അത് ഇവർക്കും അറിയാം. അള്ളാഹു അതിന് അള്ളാഹുടെ റസൂലിൻ്റെ അമ്പിയാക്കളെയും ഔലിയാക്കളൊക്കെ കറാമത്തോട് കൂടി നമ്മൾ ഈ വന്നിട്ടുള്ള നിങ്ങളെ മുറാദ് ഈ മഹാന്റെ ഹക്കിൻ്റെ അവർക്കത്തോടു കൂടി ഏർപാട് സഹതാക്കന്മാരെ കറാമത്തോടു കൂടി അജ്മീർ ഹാജ തങ്ങളെ കറാമത്തോടു കൂടി ഹലാലായ മുറാദുകളെല്ലാം ഹാസലാക്കി നിറവേറ്റി ഹൈറാക്കി കൊടുക്കാൻ റഹ്മാനെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹുവെ നീക്കൽ ചെയ്ത് റാഹത്താക്കി ഹൈറാക്കി കൊടുക്കാൻ അള്ളാഹു ഇവിടെ കൊണ്ട് തോഷിക്കുകയാണ് റഹ്മാനെ. പല രാജ്യക്കാരും വന്ന് മഹാനവരുകളെ നിന്റെ വർത്തക്കിനാവിൽ അറിയാത്ത ആൾക്കാരൊക്കെയാണ് ഈ നാട്ടിൽ പല നാടുകളിൽ നിന്ന് വന്നത്. ഓരോ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മേപ്പിട്ട് വെക്കണം, ഒക്കെ ഉപ്പാപ്പാക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അള്ളാഹുവെ ഉപ്പാപ്പാടെ ഹക്കിൻ്റെ ആ വർക്കത്തോടു കൂടി അവർക്കൊക്കെ സലാമത്ത് കിട്ടിയില്ല. അത് പ്രകാരത്തിൽ മീറ്റിങ്ങളിൽ ഹദറത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് ഉപ്പാപ്പ. അവരെന്തൊക്കെ അവരുടെ മനസ്സുകളിൽ മുറാദുകളുണ്ടെങ്കിൽ ഹാസലാക്കി നിറവേറ്റി ഹൈറാക്കി കൊടുക്കാൻ അള്ളാഹുവെ തൗഫീഖ് റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു കൊടുക്കുന്ന റഹ്മാനെ. നല്ലതായ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ അള്ളാഹുവെ നല്ല അക്കറും ബുദ്ധിയും ഞങ്ങൾക്ക് തരാനും അത് പ്രവർത്തിക്കാനും കൊണ്ടുപോകാനും നിങ്ങളവിടെ ഹാദറായി കാണിച്ചു കൊടുക്കാനും തൗഫീഖ് ചെയ്യാണ് റഹ്മാനെ. ഇലാഹായ ഇസ്ലാമായ അള്ളാഹുവെ, മഹാനായ മുത്ത് വലിയുള്ള നിങ്ങളെ കറാമത്തോടു കൂടി ഞങ്ങളെ വിഷമങ്ങൾ നിങ്ങളെ ഹദത്തിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അള്ളാഹു അതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചും കൊണ്ട് ഈ വരുന്നവരുടെ മുറാദുകളെല്ലാം ഹാസരാക്കി നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇലാഹായ ഇസ്ലാമായ അള്ളാഹു റസൂലുള്ളാഹിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മഹാനവറുകളെ നിങ്ങളെ കറാമത്ത് കൊണ്ട് അജ്മീർ ഹാജ തങ്ങളെ നിങ്ങളെ കറാമത്ത് കൊണ്ട്
ബഗദാദിൽ കിടക്കുന്ന ഔസുനാഥം തങ്ങളെ കറാമത്ത് കൊണ്ട്, മഹാനായ ഇരിഫാൻ ഷേഖ് തങ്ങളെ കറാമത്ത് കൊണ്ട്, ഇതൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് വരെ ഫാത്തിഹ എത്തിച്ചിട്ടാണ് ഞാൻ ദ്വാരക്കുള്ളൂ. അങ്ങനത്തെ പ്രവർത്തനമാണ് എന്ത് ചെയ്യത്തുള്ളൂ അള്ളാഹുവെ ഉപ്പാപ്പക്കറിയാം. അങ്ങനെ ഞാൻ ദ്വാരന്ന് കൊടുക്കുന്നത് അള്ളാഹുവെ അതൊക്കെ ഹൈറായ വഴി അള്ളാഹുവെ തോഷിക്കുന്ന റഹ്മാനെ. അതിനൊക്കെ വേണ്ടി വരുന്നവരാണ് അള്ളാഹുവെ. അവർക്ക് അക്കലും ബുദ്ധിയും തന്നടും പ്രവർത്തനങ്ങൾ അള്ളാഹുവെ മുന്നോട്ട് പോകാൻ ഹൈറായ വഴിയിൽ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവെ തോഷിക്കുന്ന റഹ്മാനെ. إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات شيخنا محمد ولي الله قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات شيخنا إرفان إبراهيم بادشاہ قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات شيخنا خواجہ معین الدین دستیل دمیری قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. റഹ്മുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ എനിക്ക് അറിവില്ലാത്തവനാണ്, അറിവുള്ളവരാണ് നിൽക്കുന്ന ഞാൻ വിളിപ്പിക്കൽ സമ്മതിക്കാണ്ട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിനെ കബൂൽ ചെയ്ത മുറാദുകൾ ഹാസരാക്കണേ റഹ്മാൻ. ഇലാഹായ ഋഷാവായ അള്ളാഹുവെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് വരുന്നു അള്ളാഹുവെ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കൊരു പിടിയില്ല. അള്ളാഹുവെ നല്ലതായ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക് അള്ളാഹുവെ നല്ല ബുദ്ധിയും അക്കലും കൊടുത്ത് അവരുടെ മുറാദ് പോലെ ഹാസരാക്കി നിറവേറ്റി ഉപ്പാപ്പ നിങ്ങളെ കറാമത്തോട് തൗഫീഖ് നൽകി കൊടുക്കണേ റഹ്മാനെ. അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളെ ഹദറത്തിലേക്ക് വന്നിട്ടുള്ളത് റഹ്മാനെ. ഞാൻ ഈ ഹദറത്തിൽ വെച്ച് ഇതാ ദുആ ചെയ്യുന്ന അള്ളാഹ് നീ കബൂൽ ചെയ്ത് മുറാദുകൾ ഹാസരാക്കി കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القدر وتنفرج بالقرب وتقضى بالحوائج وتنال في الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. آمين. اللهم اوصل بلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة إلى حضرة روح نبينا وحبيبنا ومرسلنا وهادينا مصطفى محمد صلى الله عليه وسلم ثم إلى أرواح الأصحاب البدريين والبعديين والهنينيين
والخندقيين والخيبريين والتبوقيين وصاهري الصحابة كلهم أجمعين. ثم إلى حضرات الأولياء العلماء والشهداء والزهداء والصديقين والصالحين. ثم إلى حضرات آبائنا وإخواننا من الأنبياء والمرسلين صلوات الله تعالى عنهم أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأسطادنا ولأحبابنا ولأصحابنا ولجيراننا ولمن نحب وحسن علينا ولمن له حق علينا ولجميع أمة سيدنا محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. اللهم أنت ولينا في الدنيا والآخرة إنك على كل شيء قدير. اللهم ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم توفيق رفيقنا والصراط المستقيم طريقنا. اللهم اوصل مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها أنت مولاها يا رب العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم اجعل آخر كلامنا عند الموت بقول لا إله إلا الله. توفنا مسلمين والحقنا بالصالحين. اللهم جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر ذنوبنا يا غافر المذنبين وارحمنا بأنواع برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ നിൽക്കുന്നവർ അല്ലാഹുവേ എന്നെ കൊണ്ട് ദുആ ചെയ്യിച്ചിട്ടുണ്ട്. അല്ലാഹ് നീ ഖബൂലാക്കണേ റഹ്മാനേ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. റസൂലുള്ളാഹിയുടെ കറാമത്ത് കൊണ്ടും മഹാനായ ബഗ്ദാദിൽ കിടക്കുന്ന ഗൗസുൽ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ കറാമത്ത് കൊണ്ടും ഇരിഫാൻ ശൈഖ് തങ്ങളുടെ നിങ്ങളെ കറാമത്ത് കൊണ്ടും ഇലാഹായ രക്ഷാവായ അല്ലാഹുവേ അജ്മീറിൽ കിടക്കുന്ന ഖാജാ വലിയുള്ളാഹ് നിങ്ങളെ കറാമത്ത് കൊണ്ടും ഇലാഹായ രക്ഷാവായ അല്ലാഹുവേ ഏർവാടിൽ അടങ്ങി കിടക്കുന്നതായ ബ്രാൻ ബാദ്ഷാ അബൂ താഹിർ വലിയുള്ളാഹ് നിങ്ങളൊക്കെ കറാമത്ത് കൊണ്ടും അവിടെ അടങ്ങിക്കിടക്കുന്ന എല്ലാ സുഹദാക്കന്മാരെ കറാമത്ത് കൊണ്ടും ഈ മജ്ലിസിൽ കിടക്കുന്ന മഹാനായ മുഹമ്മദ് വലിയുള്ളാഹ് നിങ്ങളുടെ ഹഖ് ബർക്കത്തോടു കൂടി നിങ്ങളുടെ കറാമത്തോടു കൂടി നിങ്ങൾക്ക് ഇവര് വെളിപ്പുറത്ത് നിങ്ങൾ കാണിക്കണേ റഹ്മാനെ. ഇലാഹായ അള്ളാഹു അവർ വിളിക്കുന്ന വെളിയിൽ അള്ളാഹു നിങ്ങൾ ഹാജറാവണേ റഹ്മാനെ. അവർക്കുള്ള ബുദ്ധികൾ അള്ളാഹുവെ മനസ്സിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തരം പോലെ അവർക്കും കൊടുത്ത് അള്ളാഹുവെ ഖൈറിന്റെ ഭാഗം തുറന്നു കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സക്കാരെയും ശർറുകളെയും ആപത്തുകളെയും അള്ളാഹുവെ നീക്കൽ ചെയ്ത് റാഹത്താക്കണേ റഹ്മാനെ. ഞങ്ങൾ എടുക്കുന്ന പ്രവർത്തന ജോലി അള്ളാഹുവെ ഖൈറിന്റെ ഭാഗത്തേക്ക് എത്തിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ മരണങ്ങൾ അള്ളാഹുവെ ഈമാനോട് കൂടി മൗത്താക്കണേ റഹ്മാനെ. ഇലാഹായ രക്ഷാവായ അള്ളാഹുവെ ഞങ്ങളെ കുടുംബങ്ങളൊക്കെ അള്ളാഹുവെ നല്ല നിലയിൽ അള്ളാഹുവെ കുടുംബങ്ങളും ഐശ്വര്യത്തിൽ ജീവിക്കാൻ അള്ളാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇലാഹായ രക്ഷാവായ അള്ളാഹുവെ ഞങ്ങൾക്ക് പഠിപ്പില്ലാത്തവരാണ് നിങ്ങൾക്കറിയാം. അള്ളാഹുവെ ഞങ്ങളുടെ പഠിപ്പ് അള്ളാഹുവെ ഞങ്ങൾക്ക് അക്കലും ബുദ്ധിയും തന്ന് പഠിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇലാഹായ രക്ഷാവായ അള്ളാഹുവെ പല നാട്ടുകാരും പല ആൾക്കാരും
ഈ ഹളത്തിൽ വന്നുകൊണ്ട് സിയാർത്ത് ചെയ്യിക്കുന്ന അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകമായി ഉപദ്രവങ്ങളുള്ളവരെ അല്ലാഹുവെ പെട്ടെന്ന് നീക്കൽ ചെയ്ത് റാഹത്താക്കി ഹൈറാക്കി കൊടുക്കാൻ ഇവിടെ കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിഹഖി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ഒരു തങ്ങൾ പറഞ്ഞു എന്തെന്ന് പറഞ്ഞു നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് മാറ്റി തിരിച്ചിട്ടാണ് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് Assalamu alaikum warahmatullahi wabarakatuh. This is a beautiful place in the backwaters of Kerala. The Hazrat who is buried here, he actually came from Lakshadweep. Nobody knows his complete name. They say his name is Muhammad. This is a fishing vessel you can see here, and his body actually landed right here. We are seeing here, and for approximately 21 days nobody, his body was intact. There's no animals or any birds coming close to it. And then finally the Sayyids who are here, they said the person seems to be an awliya, and that is where they decided they would bury him at this place here. And it's a very beautiful place, and just below the dome up there is where he is buried, mashallah. And this place has got its own special features. So one of the things what the Hazrat who talked to us, is walking with the Imam of our masjid. He said that what happens here is that if somebody comes with any asrat, for example, if there is any bad evil jinn or anything on the body, the person, when he tries to enter the inner chamber, he or she just collapses. So there's a woman entrance is here, I can show you here. So the woman entrance is here. You see this small place here. This is where the woman entrance is. This is where the main entrance is, okay, and this is where you get inside. The Hazrat's tomb is right there. So basically what it is that if somebody tries to enter, and if they have any negative jinns or anything on them, then the moment they come into this place here where I'm walking in, and this is the boundary of the inner chamber, the moment he walks in here, he will faint, and then the wali who is here, he takes over, and then talks to, he will reveal himself, the negative quality whichever is in there, and he will say why he basically took over the human body. And then Hazrat, he acts as a judge, and sometimes there could be evil which is done in the family, or somebody's rights were forsaken, and then somebody did something bad in the family. So all those decisions are done here, and then a solution is found, and finally the negative energy leaves the body. Okay, the woman comes from here. This is the curtain. I'm just showing you here. This is the small door here, a window here. Okay, on the other side of the green, and the women give their salam to Hazrat from here. So Hazrat's name is Muhammad, the name of Rasulullah sallallahu alaihi wasallam, and mashallah, very peaceful and powerful place, this one. Okay, so it is a blessing of Allah that Allah brings us in this limited time that we have on this earth, to do the ziyarat of his kutubs and awliyas,
and sit in their presence for some time and get their blessings. I'm not able to describe what I'm feeling right now. It's like tears flowing down my cheeks. So, Alhamdulillah, I wish that everybody come here. I'll put the address below. And if you have anybody in your family who has got any issues, I definitely encourage come here. Okay, it's a very simple place, but the simple places are most powerful actually. So, inshallah, I will put this on the YouTube channel for people to benefit, inshallah. Assalamu alaikum warahmatullahi wabarakatuh.